ഹേ എവ്രി വൺ, ഇന്നത്തെ ഒരു ട്രെൻഡിങ് ടോപ്പിക്കാണ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ്. ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടാവും അല്ലേ? നിങ്ങൾ കേട്ടിട്ടുള്ള BCom MCom പലരും ഇൻ്റഗ്രേറ്റഡ് ആയി ചെയ്യുന്നു എന്ന് നിങ്ങൾ കേൾക്കാറുണ്ട്. BTech പ്ലസ് MTech ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ BBA പ്ലസ് MBA, ഇങ്ങനെ നിരവധി പ്രോഗ്രാമുകൾ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ചെയ്യുന്നൊരു സ്റ്റൈൽ ആക്ച്വലി യൂറോപ്യൻ കൺട്രീസിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ അഡ്വൻറ്റ് വന്നിട്ട് വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിലെ ഒരു പ്രധാന സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമയം ലാഭിച്ച് നമുക്ക് ഈ പറയുന്ന ഒരു ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കൂടെ കുട്ടികൾക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത. വെൻ ഇറ്റ് കംസ് ടു കോമേഴ്സ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പലരും അഡ്മിഷൻസ് എടുത്തിട്ടുണ്ടാവും ഒരുപാട് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളിലേക്ക്. BCom പ്ലസ് ACCA, BBA പ്ലസ് ACCA, MCom പ്ലസ് ACCA, അതുപോലെ തന്നെ MBA പ്ലസ് ACCA. ഈ 4 പ്രോഗ്രാമുകളിൽ ഒന്ന് ചൂസ് ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണ് എക്സംഷനുകളെ കുറിച്ചിട്ടുള്ള ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്റ്റിംഗ് ഫാക്ടറായിട്ട് കുട്ടികൾ പലരും കാണുന്നത്, എനിക്ക് തോന്നുന്നു കുട്ടികളാണെങ്കിലും പാരൻസ് ആണെങ്കിലും നോക്കിക്കാണുന്നത്, ACCയുടെ കേസ് പറയുകയാണെങ്കിൽ 13 പേപ്പേഴ്സിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് 9 പേപ്പേഴ്സ് എക്സംപ്റ്റഡ് ആയി കിട്ടുന്നു. അത്രയും സമയം അവർക്ക് ലാഭിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് പറയുമ്പോൾ തന്നെ ഒരു മറുചോദ്യം ഇപ്പുറത്ത് ഉയരുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ 9 പേപ്പറുകൾ പഠിക്കാതെ ഒരു കുട്ടി B ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ടാക്കിൾ ചെയ്യാൻ പറ്റുമോ, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ആക്ച്വലി ഈ 9 പേപ്പേഴ്സ് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയുന്നത് പോലെ ACCA കൊടുക്കുന്നതാണോ? എന്താണ് അതിൻ്റെ സത്യം? നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ടാണ് ACCA എക്സംഷനുകൾ കൊടുക്കുന്നത്? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവാം. ഇനി കിട്ടാത്തവർക്ക് ഈ വീഡിയോയിലൂടെ അതിൻ്റെ ഉത്തരം കിട്ടട്ടെ. എക്സംഷനുകൾ അവാർഡ് ചെയ്യുന്നത് ഒരിക്കലും ഒരു ഫ്രീ ഓഫ് കോസ്റ്റ് കുറച്ച് പേപ്പറുകൾ എക്സംപ്റ്റ് ചെയ്ത് വിടുക എന്നുള്ളൊരു ഉദ്ദേശത്തിലല്ല ACCA ചെയ്യുന്നത്. പലരും പറയാറുണ്ട്, കോഴ്സുകളെ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ കുട്ടികളെ ഈ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പേപ്പറുകൾ എക്സംഷനായി കൊടുക്കുന്നതെന്നാണ് പലരും പറയുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ACCA എക്സംഷനുകൾ അവാർഡ് ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ പേപ്പറുകൾ, ഇപ്പോൾ എനിക്കൊരു പേപ്പർ ACCA എക്സംഷനായി തരണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ പെർട്ടിക്കുലർ പേപ്പർ ഞാൻ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടാവണം. എവിടെയെങ്കിലും പഠിക്കുക എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസിൻ്റെ കേസിൽ ഗ്രാജുവേഷനോടൊപ്പമാണ്, ഒന്നുകിൽ നിങ്ങളുടെ BComനോടൊപ്പം, അല്ലെങ്കിൽ BBAക്കൊപ്പം, അല്ലെങ്കിൽ ഈ പറയുന്ന മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകളോടൊപ്പമാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന BCom അല്ലെങ്കിൽ MCom അല്ലെങ്കിൽ ഈ പറയുന്ന BBA എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ആൻഡ് ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻ്റർനാഷണൽ ബിസിനസ് സ്റ്റാൻഡേർഡ്സ് പോലെയുള്ള സബ്ജക്റ്റുകളിലുള്ള BComോ BBO ഒക്കെയാണ്. അപ്പോൾ ഈ സബ്ജക്റ്റുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മെജോറിറ്റി പേപ്പേഴ്സ് ആർ ACCA പേപ്പേഴ്സ്. ആ ACCA പേപ്പർ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയുടെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണോ ചൂസ് ചെയ്യുന്നത്, ആ പ്രോഗ്രാമിൽ നിങ്ങൾ പഠിക്കുന്നത് കൊണ്ടും അവിടെ നിങ്ങൾ എക്സാം എഴുതുന്നത് കൊണ്ടുമാണ് ACCA നിങ്ങൾക്ക് ആ പേപ്പർ എക്സംപ്റ്റഡ് ആയിട്ട് തരുന്നത്. അല്ലാതെ ഒരിക്കലും അതൊരു സൗജന്യമായി ACCA തരികയല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ 9 പേപ്പറുകളും ഈ പറയുന്ന പെർട്ടിക്കുലർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളിൽ പഠിക്കുന്നുണ്ട്, എക്സാം എഴുതുന്നുണ്ട്, അത് ക്ലിയർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ 2 വീണ്ടും എക്സാം എഴുതണ്ടല്ലോ. അതേ എക്സാം തന്നെ നിങ്ങൾ എഴുതി പാസ്സായ ഒരു എക്സാം തന്നെ ACCAയിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ACCA ഈ 9 പേപ്പർ എക്സംഷൻസ് പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റീസിൻ്റെ പെർട്ടിക്കുലർ പ്രോഗ്രാംസിന് വെച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു ചോദ്യം ഉള്ളത്, ഇങ്ങനെയൊക്കെയാണ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ചെയ്താൽ ഞാൻ ഈ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് ഒരിക്കലും അത് ഫ്രീ ആയി സൗജന്യമായി കിട്ടുന്നതല്ല, അവർ പഠിച്ചും എക്സാം എഴുതിയും ഒക്കെ തന്നെയാണ് ഇതിൽ വരുന്നതെന്ന് പറയുമ്പോൾ പോലും പല കുട്ടികളും നമ്മളോട് ചോദിക്കാറുള്ളൊരു ചോദ്യം, ഞങ്ങൾക്ക് മതിയായ ബേസ് P ലെവൽ പേപ്പറുകൾ, അതായത് ACCയുടെ അഡ്വാൻസ് പേപ്പേഴ്സ് ആയിട്ടുള്ള പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സ് ടാക്കിൾ ചെയ്യാൻ ഞങ്ങൾ ഈ BComലോ BBAയിലോ MComലോ ഒക്കെ പഠിച്ച ആ നോളജ് മതിയോ, അത് സഫിഷ്യൻ്റ് ആണോ, അതുകൊണ്ട് ഞങ്ങൾക്ക് P ലെവൽ ടാക്കിൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ നോളജ് മാത്രം വെച്ച് ഞങ്ങൾക്ക് P ലെവൽ ടാക്കിൾ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടതായി വരുമോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് പറയാനുള്ളത്, അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ സൈലത്തിൻ്റെ റോള് വരുന്നത്. ഇനി സൈലം എങ്ങനെ നിങ്ങളെ സഹായിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു കോൺഫിഡൻസ് കുറവുണ്ടല്ലോ, ആ കോൺഫിഡൻസ് കുറവ് നികത്തുന്നതിൽ സൈലം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. മറ്റൊന്നുമല്ല, ഈ 9 പേപ്പേഴ്സ്, നിങ്ങൾ എക്സംഷനായി ക്ലെയിം ചെയ്യുന്ന 9 പേപ്പേഴ്സിൻ്റെയും ക്ലാസ്സസ് നമുക്ക് സൈലത്തിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അത്
ഓൺലൈനായിട്ടാണോ ഓഫ്ലൈനായിട്ടാണോ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചും 9 പേപ്പറുകളും നിങ്ങൾക്ക് എക്സംഷനായി കിട്ടുന്ന 9 പേപ്പറുകളും ഇവിടെ പ്രോപ്പർ ക്ലാസ്സസ് ഉണ്ടാവും. റെഗുലർ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യും. ആ ക്ലാസ്സസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം, കോണ്ടന്റ് നിങ്ങൾക്ക് അബ്സോർബ് ചെയ്യാം, പഠിക്കാം. ഏറ്റവും ടോപ്പ് നോച്ച് ഫാക്കൽറ്റിയുടെ ഗൈഡൻസിൽ തന്നെ മോക്ക് ടെസ്റ്റുകളോടും മെൻറ്റർഷിപ്പ് അസിസ്റ്റൻസോടുകൂടിയും കോർഡിനേറ്റർ സപ്പോർട്ടോടും കൂടിയൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം സൈലം ഒരുക്കി തരുന്നുണ്ട്. ACCA എക്സാമിനേഷൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം യു ആർ ഗെറ്റിംഗ് പാരലൽ നോളജ്. കൃത്യമായിട്ടുള്ള വിവരം നിങ്ങളിലേക്ക് എത്തുന്നു. ആൻഡ് യു ക്യാൻ ഡെലിവർ യുവർ ACCA P-level പേപ്പേഴ്സ് വെരി ഈസിലി. സോ ഐ ഹോപ്പ് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻ്റഗ്രേറ്റഡ് കോഴ്സിനെ കുറിച്ചുള്ള ഈ ഒരു പെർട്ടിക്കുലർ ക്വയറി ഇനി ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. കൺസേൺസ് എല്ലാം അഡ്രസ്സ് ചെയ്യപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് മറ്റ് ഫർദർ ഡൗട്ട്സ്, കൺസേൺസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. നിങ്ങൾക്ക് ധൈര്യമായിട്ട് സൈലത്തെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ തിങ്ക് ബെറ്റർ ആൻഡ് ചൂസ് വൈസ്ലി.